നീ ഉദ്ദേശിക്കുന്ന ആരെയും നിന്റെ വരുതിയിലെത്തിക്കാൻ കഴിയും. സ്നേഹമില്ലാത്തവനെ സ്നേഹിപ്പിക്കാൻ കഴിയും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നല്ല സ്നേഹം ഉണ്ടാവാൻ, പെണ്ണുമക്കളുടെ ഇടയിൽ നല്ല സ്നേഹം ഉണ്ടാവാൻ, നല്ല ഐക്യം ഉണ്ടാവാൻ, ആരെയും സ്നേഹിപ്പിക്കാൻ കഴിയുന്ന അത്ഭുതകരമായിട്ടുള്ള മന്ത്രങ്ങൾ, അത്ഭുതകരമായിട്ടുള്ള അമലുകൾ ഇൻഷാ അല്ലാഹ് നമുക്കത് പഠിക്കാം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ധാരാളം ആളുകൾ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നിരന്തരമായി നമ്മൾ ബന്ധപ്പെടാറുള്ളത്. ഈ അടുത്ത് നമ്മൾ അതിൻ്റെ ഒരു മജ്ലിസ്, ഒരു വീഡിയോ ചെയ്ത സമയത്ത് ധാരാളം ആളുകൾ ഏറ്റെടുത്തൊരു അമലാണ് പഞ്ചസാരയിൽ ആരാണോ നിന്നോട് പിണങ്ങി നിൽക്കുന്നത്, ആരുടെ സ്നേഹമാണോ നിനക്ക് വേണ്ടത്, അവരെ സ്നേഹിപ്പിക്കാനുള്ള അമല്. പഞ്ചസാരയിൽ സൂറത്തുൽ ബഖറയിലെ 165 ആയത്ത് ഓതി മന്ത്രിച്ച് നമ്മൾ കൊടുക്കാൻ പറഞ്ഞിരുന്നു. അത് ചെയ്ത് റിസൾട്ട് ലഭിച്ചവർ, അത് ചെയ്തിട്ടും റിസൾട്ട് ലഭിക്കാത്തവർ, അങ്ങനെ കുറേ കോളുകളാണ്. തങ്ങളെ എനിക്കെൻ്റെ ഭർത്താവ് എന്നോട് സ്നേഹിക്കുന്നില്ല, എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹം വേണം, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു അമൽ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നവർ, തങ്ങളെ ഞാനത് ചെയ്തു, എനിക്ക് റിസൾട്ട് ലഭിക്കുന്നില്ല, അത് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ഇതിന് പറ്റിയ വേറെ ഏതെങ്കിലും അമലുകളുണ്ടോ, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യണോ, ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും വേറെ എന്തെങ്കിലും ചെയ്യണോ, അങ്ങനെയൊക്കെ ചോദിച്ച് വിളിക്കുന്നവർ. എങ്ങനെങ്കിലും ഭർത്താവ് അടുത്ത് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ മക്കളൊന്ന് അടുത്ത് കിട്ടിയാൽ മതി, ഉമ്മാക്കാണെങ്കിലും മകനൊന്ന് അടുത്ത് കിട്ടിയാൽ മതി. കുറേ കാലമായി തങ്ങളെ മകനെ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ട്, അവൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവൻ വീട്ടിലേക്ക് കയറിയിട്ടില്ല, നല്ലപോലെ ഞങ്ങളോട് കൂടി ഒന്ന് സംസാരിച്ചിട്ടില്ല, ഒന്ന് ഇരുന്നൊന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അവൻ ആ പോക്ക് പോയതാണ്. ഇപ്പോൾ അവനും അവൻ്റെ ഭാര്യയും കോട്ടേഴ്സിലാണ്, വാടകക്കാണ് എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുന്നവരുണ്ട്. പൊന്നുമക്കൾ ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, ഞങ്ങളുടെ സ്നേഹത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോയി എന്ന് സങ്കടം പറയുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അതിന് പറ്റിയ അത്ഭുതകരമായിട്ടുള്ള 2 അമലുകൾ നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയ, ആരുടെ സ്നേഹമാണ് നിനക്ക് വേണ്ടത്, ആരെയാണോ നിൻ്റെ വരുതിയിലേക്ക് എത്തിക്കേണ്ടത്, ഹലാലായ രൂപത്തിൽ. ഞാൻ അന്നും മജ്ലിസിൽ അടിവരട്ട് പറഞ്ഞതാണ്, ഹലാലായ രൂപത്തിൽ. ഒരു ഹറാമായിട്ടുള്ള ബന്ധമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ഇൻഷാ അല്ലാഹ് നീ ഈ അമൽ നീ ചെയ്യരുത്, അതിനെന്നെ ഉൾട്ടയായിട്ട് ഓപ്പോസിറ്റായിട്ട് വരും. അതുകൊണ്ട് ഹലാലായ രൂപത്തിലുള്ള സ്നേഹം, അതെങ്ങനെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർമാർ നമ്മോട് ഇഷ്ടം വെക്കുന്നില്ല, അവർക്ക് നമ്മളോട് സ്നേഹമില്ല, അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാം. ആരുടെ സ്നേഹമാണ് നീ കൊതിക്കുന്നത്, അതിന് നീ വിതുമ്പുന്നത്, അതിന് വലുതായി നീ ആഗ്രഹിക്കുന്നത്, അവരുടെ സ്നേഹം ഹലാലാണെങ്കിൽ അത് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇത് മുജറബാണ്, ഇത് റിസൾട്ട് ലഭിച്ച അമലാണ്. കുറേ ആളുകൾ ഇത് ചെയ്തിട്ട് വലിയ റിസൾട്ട്, പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് ലഭിച്ചതാണ്, മുജറബായിട്ടുള്ള അമലാണ്. ഇൻഷാ അല്ലാഹ് ഏതാണ് ഈ 2 അമലുകൾ നമുക്ക് പഠിക്കാം. ഒന്നല്ല, 2 രീതിയിൽ. നമ്മൾ 3 അമൽ ഇപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞു. ഒന്ന് പഞ്ചസാരയിൽ നമ്മൾ ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഇതാ 2 അമലുകളാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു നൽകുന്നത്. ഇത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇതിൻ്റെ ഇജാസിയത്ത് വാങ്ങി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അടുക്കാത്ത ആള്, സ്നേഹമില്ലാത്ത നിൻ്റെ ഭർത്താവ് നിന്നോടടുക്കും, സ്നേഹമില്ലാത്ത നിൻ്റെ ഭാര്യ നിന്നോടടുക്കും, സ്നേഹമില്ലാത്ത നിൻ്റെ മക്കൾ നിന്നോടടുക്കും, സ്നേഹമില്ലാത്ത നിൻ്റെ ബോസ്, ഓഫീസർ, മുതലാളി നിന്നോടടുക്കും. വലിയ സ്നേഹത്തിലാവും, വലിയ റാഹത്തിലാവും. ഇൻഷാ അല്ലാഹ് നിന്ന് ചെയ്തു നോക്ക്. അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ, ഇനി നേരിട്ട് കാണാനുള്ള അവസരം, ഇനി നേരിട്ട് കൺസൾട്ടിങ്ങിനുള്ള ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ്. പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മുമായി ബന്ധപ്പെടുന്നവർ, നിരന്തരമായിട്ട് ഇതിൻ്റെ സംശയങ്ങൾ, ഇതിൻ്റെ ഇത്തരം വിഷയങ്ങളിൽ നമ്മുമായി ബന്ധപ്പെടുന്നവർ, സംശയങ്ങൾ ചോദിക്കുന്നവർ, സിഹ്ർ സംബന്ധമായ പ്രയാസങ്ങളിൽ വലുതായി ബുദ്ധിമുട്ടുന്നവർ, പൈശാചികമായ ഉപദ്രവങ്ങളിൽ, അതിൻ്റെ കെണിവലകളിൽ പെട്ടുപോയവർ, കുടുങ്ങിപ്പോയവർ, വർഷങ്ങളായി അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ഇതിനൊരു പരിഹാരമില്ലാതെ വിതുമ്പുന്നവർ നമ്മുമായി സമീപിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അവരൊക്കെ നേരിട്ട് കാണാനുള്ള അവസരം, അവർക്കൊക്കെ നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചിറങ്ങി വരിക. അല്ലാഹു നമ്മുടെ സകല പ്രയാസങ്ങളും, ഇടങ്ങേറുകളും, ബുദ്ധിമുട്ടുകളും
എല്ലാവിധ അടങ്ങേറിൽ നിന്ന് അള്ളാഹു വലിയ സലാമത്ത് അള്ളാഹ് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. വലിയ രക്ഷ അള്ളാഹ് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം അള്ളാഹുവെ ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. നൽകണേ തമ്പുരാനെ. വിജയികളിൽ അള്ളാഹുവെ ഞങ്ങളെ നീ ചേർക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഏതാണ് അമൽ? കൂടുതലൊന്നും പറയുന്നില്ല. 2 അമൽ. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഒരു വൈറ്റ് A4 ഷീറ്റ്, വെള്ള A4 പേപ്പർ എടുത്തിട്ട് സൂറത്തുൽ അൻആമിലെ 98-ാമത്തെ ആയത്ത് ഒറ്റ അറഫിൽ എഴുതുക. കറുപ്പ് മഷി കൊണ്ട്, ബ്ലാക്ക് മഷി കൊണ്ട് ഒറ്റ അറഫിൽ, കറുപ്പ് മഷി തന്നെ ഉപയോഗിക്കുക. നല്ല വൈറ്റ് A4 ഷീറ്റ് ആവുക. 98-ാമത്തെ ആയത്ത് സൂറത്തുൽ അൻആമിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം. ഞാനൊന്ന് ഇൻഷാ അല്ലാഹ് ഓതി കേൾപ്പിക്കുകയും ചെയ്യാം. അത് ഒറ്റ അറഫിലാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എഴുതേണ്ടത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهو الذي أنشأكم من نفس واحدة فمستقر ومستودع قد فصلنا الآيات لقوم يفقهون. ഈ ഒരു ആയത്ത് എഴുതുക. ഒരു വെള്ള പേപ്പറിൽ നമ്മൾ എഴുതിയില്ലേ, ഒറ്റ അക്ഷരത്തിൽ എഴുതി ഒറ്റ അറഫിൽ എഴുതിയിട്ട് അതിൻ്റെ താഴെയായിട്ട് ആരാണോ നിൻ്റെ ഭർത്താവാണ് നിന്നോട് സ്നേഹം വേണ്ടത്, ഭർത്താവിൻ്റെ പേര് മുഹമ്മദ്, ഒരു ഫുലാൻ്റെ പേര് എഴുതുക. ആ ഫുലാൻ്റെ പേര് എഴുതുക. ഫുലാൻ ആണാണെങ്കിൽ ഇബിന് എന്ന് എഴുതിയിട്ട് അവരുടെ ഉമ്മ, ആ ഫുലാൻ്റെ ഉമ്മാൻ്റെ പേര്, മാതാവിൻ്റെ പേര് എഴുതുക. അത് ആരും ആയിക്കോട്ടെ, ഭർത്താവാണ്, ആരുടെ സ്നേഹമാണ് എനിക്ക് വേണ്ടത്, മകൻ്റെ സ്നേഹമാണെങ്കിൽ മകൻ്റെ പേര് എഴുതുക. ഇബിന് നിങ്ങളുടെ പേര് എഴുതുക, ഉമ്മാടെ പേര് എഴുതുക, ഉമ്മാൻ്റെ പേര് എഴുതുക. എഴുതി ഒന്ന് മടക്കിയിട്ട് 3 പ്രാവശ്യം മടക്കുക, 3 തവണ മടക്കുക പേപ്പർ. എന്നിട്ട് ഭർത്താവിൻ്റെ സ്നേഹം വേണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വസ്ത്രത്തിൽ ഇട്ട് വെക്കുക. മകൻ്റെ സ്നേഹമാണ് വേണമെങ്കിൽ മകൻ്റെ വസ്ത്രത്തിൽ ഇട്ട് വെക്കുക. ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അവരെ സ്നേഹം നിനക്ക് ലഭിക്കും. ഒന്നാമത്തെ അമൽ. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നിനക്ക് ആരുടെ സ്നേഹമാണോ വേണ്ടത്, ഭാര്യയുടെ സ്നേഹം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹം, മക്കളുടെ സ്നേഹം, അവരെ വസ്ത്രത്തിൽ നിന്നൊരു നൂലെടുക്കുക. ഒറ്റ നൂലെടുത്തിട്ട് അതുപോലെ നിങ്ങളുടെ വസ്ത്രത്തിൽ നിന്നൊരു നൂലെടുക്കുക. 2 നൂലെടുക്കുക. 2 നൂലെടുത്തിട്ട് ഒന്ന് പിരിക്കുക. ഇതുപോലെ ഒന്നിങ്ങനെ പിരിക്കുക. 2 ഇങ്ങനെ ചേർത്ത് പിരിക്കുക. അപ്പോൾ ഒറ്റ നൂലായിട്ട് മാറും. 2 ഒന്നായിട്ട് മാറും. എന്നിട്ട് കുറച്ച് വലുതെടുത്തോ. എന്നിട്ട് അതിലേക്ക് ഒരു 7 കെട്ടിടുക. ഫസ്റ്റ് ഈ തലയിൽ നിന്ന് തുടങ്ങുക. എങ്ങനെ? ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന സൂറത്തു ആൽ ഇംറാനിലെ 103-ാമത്തെ ആയത്ത് വഹ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, ഈ ഒരു ആയത്ത് അതുമാത്രം പരിപൂർണമായിട്ട് ഓതുക. ആയത്തിനെ പരിപൂർണമായിട്ട്. പിന്നീട് സൂറത്തു ജറാത്തിലെ 13-ാമത്തെ ആയത്ത് യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഈ ഒരു ആയത്തിനെയും പരിപൂർണമായി ഓതി 2ഉം ഓരോ പ്രാവശ്യം ഓതി കെട്ടിയതിന് ശേഷം അതിലേക്ക് ഇഷ്വീന്ന് മന്ത്രിച്ച് ഒരു കെട്ട് റൗണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ഇഷ്വീന്ന് മന്ത്രിച്ച് കെട്ട്. അങ്ങനെ 7 കെട്ടുകൾ ഈ നൂലിൽ കെട്ടുക. എന്നിട്ട് 2 വസ്ത്രത്തിൽ സൂക്ഷിച്ചു വെക്കുക. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അവരെ വസ്ത്രത്തിൽ വെക്കുക. ഇനി മക്കളതാണെങ്കിൽ അവരെ വസ്ത്രത്തിൽ. നീ വേറെ ആരാണോ ഹലാലായിട്ടുള്ള ബന്ധം, സ്നേഹം ആരുതാണോ നിങ്ങൾക്ക് വേണ്ടത് അവരെ വസ്ത്രത്തിൽ വെക്കുക. 2 വസ്ത്രത്തിൽ. ഈ വേർപിരിഞ്ഞ സ്നേഹമില്ലാത്ത 2 ആളുകൾ, അത് മാതാവും മകനുമാണെങ്കിൽ ഉമ്മാടെയും മകൻ്റെയും ഡ്രസ്സിൽ വെക്കുക, അല്ലെങ്കിൽ ഉപ്പയും മകനുമാണെങ്കിൽ ഉപ്പാൻ്റെയും മകൻ്റെയും ഡ്രസ്സിൽ വെക്കുക. അതിൽ നിന്നാണ് 2 നൂലും എടുക്കേണ്ടത്, വസ്ത്രത്തിൽ നിന്ന്. മനസ്സിലായില്ല? ഇൻഷാ അല്ലാഹ് ഈ ഒരു അമൽ കറക്റ്റായി നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഒരു അമലിനെ, ഈ 2 അമലിനെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്താൽ ഇതൊരിക്കലും നിങ്ങൾക്ക് പായാവൂല. ഇതിൽ വിജയം നിങ്ങൾക്കുണ്ടാകും. ഇത് മുജറബാണ്. ഇത് അനുഭവസ്ഥർ അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ചെയ്യാൻ പറഞ്ഞിട്ട് അവരത് ഏറ്റെടുത്തു, അവരത് ചെയ്തു. നല്ല സ്നേഹം ഉണ്ടായി, നല്ല യോജിപ്പുണ്ടായി, അവർ തമ്മിൽ നല്ല ഐക്യമുണ്ടായി. ഇൻഷാ അല്ലാഹ് ഈ ഒരു അമലിനെ, ഈ 2 അമലിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് ചെയ്യാൻ തയ്യാറാവും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.
അള്ളാഹു ഭാഗ്യം നിന്ന് നിഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് ധാരാളം അമലുകൾ നമ്മൾ മജ്ലിസിൽ ഓരോരുത്തർക്ക് ഉപകാരപ്പെടുന്നത്, സ്നേഹമില്ലാത്തതിൻ്റെ പേരിൽ ഓരോരുത്തർ സംശയം ചോദിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഉത്തരങ്ങളുമായിട്ടാണ് നമ്മൾ വീഡിയോയിൽ വരുന്നത്. സിഹർ സംബന്ധമായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുന്ന ആള് അതിനൊരു സംശയം ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടിയുമായിട്ടാണ് നമ്മൾ ഓരോ മജ്ലിസിൽ വരുന്നത്. ഇത് കുറേ ആളുകൾക്കുള്ള സംശയമാണ്. ഞങ്ങളെ സ്നേഹമില്ല, ഞങ്ങളത് ചെയ്തു, ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്, എന്നാൽ ഞങ്ങൾക്ക് സ്നേഹം വേണം. സ്നേഹത്തിന് വേണ്ടിയാണല്ലോ എല്ലാവരും കൊതിക്കുന്നത്. ഭർത്താവ് കൊതിക്കുന്നത് ഭാര്യയുടെ സ്നേഹത്തിന് വേണ്ടി, ഭാര്യ കൊതിക്കുന്നത് ഭർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി. അതുകൊണ്ടാണ് ഇതിന് ഈ മജ്ലിസ് ഇട്ടതിന് ശേഷം ധാരാളം കോളുകൾ കൂടുതലായിട്ട് വരുന്നത്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ 2 അമലും കൂടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇതോടുകൂടി ചെയ്തു നോക്ക്. ആ പഞ്ചസാരയുടെ അമലിനോടുകൂടെ ഈ 2 അമലും ഇൻഷാ അല്ലാഹ് ചെയ്തു നോക്ക്. നല്ല റിസൾട്ട്, നല്ല ഉത്തരം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് നമ്മൾ 5:45 സയ്യിദിയ മജ്ലിസ് ഈ ഒരു മജ്ലിസിൽ തന്നെയാണ്, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്, ഈ ഒരു ചാനൽ തന്നെയാണ്. എല്ലാവരും പ്രഭാത സമയത്ത് മജ്ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.